നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രയേലിൻ്റെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കി ഇറാനും അതുപോലെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഏറെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. പല തന്ത്രങ്ങളും പല രീതികളുമാണ്, അത്യാധുനിക രീതികളുമാണ് അവർ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായി അണിയറയിൽ ഒരുക്കുന്നത്. ഗസയിൽ 1 വർഷക്കാലമായി നടത്തുന്ന ആക്രമണത്തിന് ഇതുവരെ അറുതി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലെബനനിലെ പേജർ സ്ഫോടനം മധ്യേഷ്യയെ മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി തള്ളിവിട്ടിരിക്കുന്നുവെന്നതും യാഥാർത്ഥ്യം. ഇസ്രയേൽ ഗാസ സംഘർഷം നിലനിൽക്കുമ്പോൾ തന്നെ ലെബനൻ, ഇറാൻ, യമൻ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് കൂടി യുദ്ധം അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് പുതിയ സംഭവവികാസങ്ങൾ വിരൽ ചൂണ്ടിയതും. ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ അവരെ അങ്ങേയറ്റം നടുക്കിയ ഒരു സ്ഫോടനമായിരുന്നു പേജർ സ്ഫോടനം. അതിന് പിന്നിലെ മൊസാദിന്റെ ശൈലി ലോകത്തെ അമ്പരപ്പിച്ചതാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും മൊസാദിന്റെ സംശയകരമായ കരങ്ങളുണ്ടോ എന്ന ഒരു സൂചനയാണ് ഉയർന്നു കേൾക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ പേജർ ആക്രമണത്തിന് സമാനമായി തന്നെയാണ് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേർക്കും ഒരു ആക്രമണം ഉണ്ടായതായ ഒരു വെളിപ്പെടുത്തൽ അഭ്യൂഹം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബഖ്ഷായ് ആർദസ്ഥാനിയെയാണ് റൈസിയുടെ കൊലപാതകത്തിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന തരം പേജർ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകടത്തിന് കാരണമാക്കിയതെന്നും അഹമ്മദ് ആരോപിക്കുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടുകൂടി ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അഹമ്മദ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ ഓർഡർ ചെയ്തത് പോലും ഇറാൻ ആണോ എന്നുള്ള അഭ്യൂഹങ്ങളും ഇതിന് പിന്നാലെ ഉയർന്നതായിരുന്നു. റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം തികച്ചും ആസൂത്രിതമാണെന്നും അഹമ്മദ് പറയുന്നുണ്ട്. റൈസി ഒരു പേജർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചാണ് അപകടത്തിന് ഇരയാക്കിയത്. ഇപ്പോൾ വ്യാപകമായി തന്നെ പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്നും വ്യത്യസ്തമായതായിരിക്കാം ഒരുപക്ഷെ അത് കൂടുതൽ സ്ഫോടന ശേഷിയുള്ളത്, ശത്രുവിനെ വകവരുത്താനായി ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അപകടത്തിൽ പേജർ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ 100% തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. റൈസിയുടെ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് സമാനമായ പേജർ ഇരിക്കുന്നതും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. ആ ചിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ മുൻ സ്പീക്കറായ മുഹമ്മദ് അൽ ഹർബൂസിയാണ് ഈ ചിത്രം നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടം അതൊരു സ്ഫോടനമായിരിക്കാം, കൊലപാതകമായിരിക്കാം എന്ന രീതിയിലേക്ക് ചർച്ചകൾ കൂടി കൊണ്ടുചെന്നെത്തിക്കുന്നത്. പേജർ സ്ഫോടനം തന്നെ ഇതിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് അഭ്യൂഹം തൊട്ടു പിന്നാലെ ഉയരുന്നത്. അപകട സമയത്ത് റൈസ് പേജർ കൈവശം വെച്ചിരുന്നോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അപകടത്തെക്കുറിച്ച് സംശയം ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ലെബനനിൽ പേജർ വാക്കി ടോക്കി സ്ഫോടനമുണ്ടായത്. അതിൽ 40ഓളം പേർ മരിക്കുകയും 3000-ലധികം പേർക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഗുരുതരമായി പിന്നീട് ഉയർന്നു കേട്ട ആരോപണം. പേജറുകളിലും വാക്കി ടോക്കികളിലും നിർമ്മാണത്തിനിടയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു ശേഷം അവർക്ക് വേണ്ട സമയത്ത് അത് പൊട്ടിത്തെറിപ്പിച്ചു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇസ്രയേൽ ഇതിനോടകം തന്നെ തങ്ങളുടെ സൈന്യത്തെ ലെബനൻ അതിർത്തിയിലേക്ക് തിരിച്ചുവിടാനും ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ ആക്രമണമാണ്, പ്രത്യാക്രമണമാണ്, തിരിച്ചടികളാണ് ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേലിന്റെ അത്യാധുനിക ചാര ഏജൻസിയായിട്ടുള്ള മൊസാദ് നടത്തിയ വിതരണ ശൃംഖല ആക്രമണമായി തന്നെയാണ് ഇതിനെ വിശ്വസിക്കുന്നത്. ആഴ്ചകൾ നീണ്ട അസ്വസ്ഥമായ സാഹചര്യങ്ങൾക്ക് ശേഷമാണ് ലെബനനുമായിട്ടുള്ള ഇസ്രയേലിന്റെ പിരിമുറുക്കം കൂടുതൽ ശക്തമാകുന്നത്. 2024 മെയ് 20-നാണ് നേരത്തെ പരാമർശിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത്. അസർബൈജാന്റെ അതിർത്തിയിലെ അറസ് നദിയിലെ 2 അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോരുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. 2 അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി. അപ്പോഴാണ് അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ വെച്ച് തകർന്നു വീണത്. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ നിയോഗിച്ച കമ്മീഷൻ ഈ മാസം ആദ്യം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മേശപ്പുറത്ത് ആ റിപ്പോർട്ട് എത്തിയത്. മോശം കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടുക്കിൽ തട്ടിയതായിരിക്കാം ഒരുപക്ഷെ ഈ അപകട കാരണമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിലും എടുത്തു പറയുന്നത്. പക്ഷേ ഇപ്പോഴത് അപകടമല്ല, അപകടമാക്കി മാറ്റിയതാണ് എന്നുള്ള ആരോപണം തന്നെയാണ് ശക്തിപ്പെടുന്നത്. എന്തു തന്നെയായിരുന്നാലും ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇസ്രയേലുമായി ദിവസവും വെടിവെപ്പ് നടത്തുകയാണ് ഹിസ്ബുള്ള ഭീകരർ. ഹിസ്ബുള്ള ഭീകര സംഘത്തിന്റെ ശക്തി കേന്ദ്രമാണ് ലെബനന്റെ തെക്കൻ ഭാഗവും.
തെക്കൻ ലെബനനും വടക്കൻ ഇസ്രയേലും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇസ്രയേലിനെ നേരിട്ട് ബാധിക്കുന്നത്. വ്യാഴാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ 100 റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർത്തത്. സൈന്യം ഹിസ്ബുള്ളയുടെ സൈറ്റുകൾ ലക്ഷ്യമാക്കി തന്നെ പറന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ആക്രമണം പലയിടത്തുമായി സംഭവിക്കുന്നു. അതിർത്തിക്ക് സമീപത്തായി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ കൂടി നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ലെബനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് തങ്ങൾ യുദ്ധത്തിൽ പുതിയൊരു ഘട്ടത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കുന്നുവെന്നും അതുമായി പൊരുത്തപ്പെട്ട് തന്നെ ജനങ്ങൾ ഒപ്പം നിൽക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റ് ആഹ്വാനം ചെയ്തത്. ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റമായി ലെബനൻ വിശേഷിപ്പിച്ചു. അതിനെ ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള ഗ്രൂപ്പും കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ തിരിച്ചടി ഇസ്രയേലിന് എങ്ങനെയായിരിക്കുമെന്നുള്ളതിൽ മുൻകൂട്ടി കാണുകയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം. ഇസ്രയേൽ പീരങ്കികളുടെ സ്ഥാനത്ത് ഇതിനോടകം തന്നെ റോക്കറ്റ് ആക്രമണമാണ് തുടങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം ആദ്യം ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച ഇറാൻ ലെബനിലെ പേജർ സ്ഫോടനത്തിൽ തങ്ങളുടെ പ്രതിനിധിക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതായി തുറന്നു പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടി രക്തത്തിന് പകരം രക്തം തന്നെ ചീന്തുമെന്നുള്ള വെല്ലുവിളിയാണ് അവർ നൽകിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഇസ്രയേൽ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായി രോഷം ആളിക്കത്തിക്കുന്നതും. ഇസ്രയേലിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഇറാൻ ഏപ്രിൽ മാസത്തിൽ സിറിയയിലെ ഇറാൻ എംബസി വളപ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി 170 സ്ഫോടകോസുകൾ നിറഞ്ഞ ഡ്രോണുകളും 30ഓളം ക്രൂയിസ് മിസൈലുകളും 120ലധികം ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇസ്രയേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. ഇറാന്റെ പ്രോക്സി സേനയിലെ 2 ഉന്നത നേതാക്കളുടെ കൊലപാതകങ്ങൾ, ലെബനിലെ അട്ടിമറി ആക്രമണങ്ങൾ, തങ്ങളുടെ കമാൻഡർ തലത്തിലുള്ള പല നേതാക്കളും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊല ചെയ്യപ്പെടുന്നു. ഇസ്രയേലിന് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഈ സംഘർഷത്തിന് കൂടുതൽ കരുത്ത് പാകുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇത് മറ്റൊരു വലിയ യുദ്ധത്തിലേക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.